അത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 6-7 വാക്യം. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം മരുളുമല്ലോ. നിന്റെ ചെവി എങ്കലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിന് സന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം വായിച്ച് കേട്ടത്. അതിങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. സ്തോത്രം. നിന്റെ അപേക്ഷകൾ കേൾക്കുവാൻ ലോകത്തിൽ ആരും ചിലപ്പോഴുണ്ടായെന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തോട് നീ അപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ, കുഞ്ഞേ, നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വന്നു ചേരുന്നത് നീ അനുഭവിച്ചറിയുവാൻ കഴിയും. അത് ലോകം കണ്ട് നിൻ്റെ ദൈവത്തെ അവർ നിന്നോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നത് നിനക്ക് കാണുവാനും കഴിയും. എന്താണ് ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചത്? സ്തോത്രം. വായിക്കാം. സങ്കീർത്തനം 27:4. ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചതും ദൈവത്തോട് ചോദിച്ചതും ദൈവസന്നിധി പറഞ്ഞതും എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്നല്ല, എൻ്റെ കൂട്ടാളിയെ അനുഗ്രഹിക്കണമെന്നല്ല, എനിക്ക് ധാരാളം സമ്പത്ത് തന്ന് എൻ്റെ മാന്യതയെ ഉയർത്തണമേ എന്നല്ല, ഞാനിരിക്കുന്ന രാജപദവിയിൽ എനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ആ ശത്രുക്കളെ നിഗ്രഹിക്കണമേ എന്നല്ല പറഞ്ഞത്. എനിക്ക് രാവിലെ കഴിപ്പാനും കുടിക്കുവാനും ആഹാരം തന്ന് എന്നെ ബലത്തോടെ നടത്തണമെന്നല്ല പറഞ്ഞത്. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണം, അവരെ സ്നേഹിപ്പാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണം, അവരെ ചേർത്ത് പിടിപ്പാനുള്ള ഒരു മനസാക്ഷി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകല്ലേ എന്ന് പറഞ്ഞിട്ട് ദാവീദ് പറഞ്ഞത്, ദൈവത്തോട് പറഞ്ഞ എന്തുവാ? ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അപേക്ഷിച്ചത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വേറൊന്നും അപേക്ഷിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. യഹോവയുടെ മനോഹരത്വം കാണാനും. എനിക്ക് ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ധന്യമാകും. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നറിയാമോ? പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോഴും, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എല്ലാവരും എന്നെ മറന്നു കളഞ്ഞപ്പോൾ, ആരും എന്നെ സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ, അപ്പൻ എന്നെ ഏൽപ്പിച്ച ആടുകളുമായി വനാന്തരങ്ങളിൽ ഞാൻ ഉഴന്നു നടക്കുമ്പോൾ, ഞാൻ ആശ്രയിച്ച ദൈവം എനിക്കൊരു ദോഷവും വരുത്താതെ എന്നെ സംരക്ഷിച്ചത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ മനോഹരത്വം കാണാനാ. അടുത്തേ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. അവൻ്റെ മന്ദിരത്തിൽ, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനം കഴിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് ഇരിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് നിൽക്കണം, എൻ്റെ ദൈവത്തിൻ്റെ മനോഹരത്വം എനിക്ക് കാണണം. അടുത്തേ, എൻ്റെ ആയുഷ്കാലമൊക്കെയും. അത് 1 ദിവസമോ 2 ദിവസമോ അല്ല, ഞാൻ എത്ര കാലം ജീവിക്കുമോ ആ ജീവിക്കുന്ന നാൾ മുഴുവനും. നമുക്കൊരു പക്ഷേ തോന്നാം, ഈ ദാവീദ് ഇത്ര മണ്ടനാണോ? അല്ലേ? സ്വത്രം. ദാവീദ് ഇത്ര മണ്ടനാണോ? അവനൊരു രാജാവല്ലേ? സ്വത്രം. അവൻ്റെ പ്രജകൾ അവൻ്റെ ഇടത്തും വലത്തും നിൽക്കുകയില്ലേ? അവൻ്റെ സ്ഥാനവും മാനവും എല്ലാവരെക്കാളും ഉയരത്തിലല്ലേ? ഇതാ നമ്മുടെ ചിന്ത. സ്വത്രം. അതുകൊണ്ട് ദൈവമില്ലേലും കുഴപ്പമൊന്നുമില്ല, ദൈവത്തെ വിളിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല,
ദൈവത്തോട് കൂടെ നടന്നില്ലേലും ഒരു കുഴപ്പം വരത്തില്ല. കുഞ്ഞേ, നീ തിരിച്ചറിയണം, എവിടത്തോളം കൊണ്ടുവന്നതും നീ പുറത്തോട്ടും അകത്തോട്ടും വിടുന്ന ശ്വാസം തന്നതും സർവശക്തനായ ദൈവമാ. അതിനെ ഈ ലോകത്തിൽ ആർക്കും നിലനിർത്താൻ കഴിയത്തില്ല. ലോകത്തിൽ ആർക്കും അതിനെ തിരികെ തരാനും പറ്റത്തില്ല. അതിന് കഴിയുന്നത് സർവശക്തനായ ദൈവം മാത്രമാണ്. ആ ദൈവത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് പറയും, നിന്റെ മനോഹരത്വം കാണണം, നിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. അത് ഒരു ദിവസവും 2 ദിവസമല്ല, എൻ്റെ ആയുഷ്കാലം മുഴുവനും. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തിയത് സർവശക്തനായ ദൈവമാണെന്ന് തനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈ നല്ല ഞായറാഴ്ച പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങളെയും ഇവിടുത്തോളം കൊണ്ടുവന്നത് സർവശക്തനാണ് ദൈവമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ നല്ല പകൽക്കാലം ആ ദൈവത്തിന് മഹത്വം കൊടുക്ക്, ആ ദൈവത്തെ ആരാധിക്ക്, ആ ദൈവത്തോട് കൂടെ നില്ല്. ആ ദൈവത്തിൻ്റെ സന്നിധി പോയി അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നിൻ്റെ സങ്കടങ്ങളെ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് പറ, കർത്താവേ നീ മാത്രം മതി എന്ന്. അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ അവരെ പേര് വിളിച്ച് അവരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട്, മനുഷ്യൻ്റെ ചെയ്തികൾ കണ്ട്, അവർ പോകുന്ന പോക്ക് കണ്ടിട്ട് നീ അവരെ നോക്കിയാൽ നീ വഴിയിൽ വീണു പോകും കുഞ്ഞെ. എന്നാൽ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അത് പ്രകാരം നീ നിന്ന് നോക്ക്. ആരും നിന്നെ ലോകത്തിൽ മാനിച്ചെന്ന് വരത്തില്ല, പക്ഷെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്റെ കൂടെ ഉണ്ടാകും. സ്തോത്രം. ആ നീയുണ്ടല്ലോ, തോറ്റുപോകത്തില്ല. തളർന്നു വഴിയിൽ വീഴുവാൻ അവൻ സമ്മതിക്കത്തില്ല. ലോകത്തിൽ കടന്നു പിടിച്ചിരിക്കുന്ന രോഗമൊന്നും നിന്നെ പിടിച്ച് നിന്നെ തകർത്ത് കളയുവാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. സ്വത്രം. പരിചയും പലകയുമായി അവൻ കാവൽ തൻ്റെ ദൂതന്മാരെ നിർത്തും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദാവീദ് പറഞ്ഞതുപോലെ പറ, കർത്താവേ നിന്റെ മനോഹരത്വം കണ്ടാൽ മാത്രം മതി. സ്തോത്രം. നോക്ക്, ദൈവത്തിൻ്റെ മഹത്വം, സ്തോത്രം, അത് തൻ്റെ കൂടെ വസിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. അത് 1 ദിവസമല്ല, 2 ദിവസമല്ല. താൻ ഭൂതലത്തിൽ എത്ര കാലം പാർക്കുന്നുവോ അത്രയും കാലം ദൈവമേ നിൻ്റെ മഹത്വം ഞാൻ കാണുവാനിടയായി തീരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സകലതും മറന്ന്, സർവവും മറന്ന്, സ്തോത്രം, ദൈവത്തെ ദാവീദ് സ്തുതിക്കുമ്പോൾ, സ്തോത്രം, ഒരു കാര്യം ദാവീദിനറിയാം, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടി തരുവാൻ ശക്തനാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ നല്ല പകൽക്കാലം പ്രിയ ദൈവമക്കളെ നിങ്ങളോടും പറയട്ടെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ, നിങ്ങളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ നിങ്ങളെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. അത് വിശ്വസിക്ക്. അപ്പനിട്ടേച്ച് പോകും, അമ്മ ഇട്ടേച്ച് പോകും, കൂട്ടുകാരിട്ടേച്ച് പോകും, സഭാവിശ്വാസികൾ ഇട്ടേച്ച് പോകും. എന്തിന് പറയുന്നു? പ്രസംഗിക്കുന്ന പാസ്റ്റർ പോലും നിങ്ങളെ ചിലപ്പോൾ ഇട്ടേച്ച് പോകാം. എന്നാൽ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത എൻ്റെ കർത്താവ് വിശ്വസ്തന. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കണ്ണുനീര് വന്നാലും ദുഃഖം വന്നാലും ദുരിതം വന്നാലും നിന്നെ തനിച്ചാക്കിയിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ കർത്താവിനെ സന്നിധി നീ പാട്ടോട് കൂടി ദൈവത്തെ സ്തുതിക്കണം. പാട്ടുകാരൻ ഇങ്ങനെ പാടി, കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. ഒരു ഭക്തൻ്റെ വിശ്വാസമാ, ഒരു ഭക്തൻ്റെ പ്രതീക്ഷയാ, ഒരു ഭക്തൻ്റെ ആഗ്രഹമാ. അവൻ പാടുകയാ, സ്തോത്രം, കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. സ്തോത്രം. ആ ഭക്തൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവ് പറഞ്ഞു, മക്കളെ ഞാൻ വേഗം വരും, മക്കളെ ഞാൻ വേഗം വരും. അതുകൊണ്ട് നിങ്ങൾ
എൻ്റെ സന്നിധി വിട്ട്, എൻ്റെ വചനം വിട്ട്, സ്വത്രം എൻ്റെ കൃപയിൽ നിന്ന് അകന്നു പോകാൻ ഇടയാക്കും പിശാച്. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അകന്നു പോകാതെ എന്നോട് ചേർന്ന് നില്ല്. ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. യേശു പറഞ്ഞു, സ്വത്രം, ലോകത്തിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? കഷ്ടമുണ്ട്. സ്വത്രം, കഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞ് കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞു ലോകത്തിൽ രോഗം ഉണ്ട്. സ്തോത്രം, ലോകത്തിൽ രോഗമുണ്ട്, ലോകത്തിൽ പട്ടിണിയുണ്ട്. സ്വത്രം, ലോകത്തിൽ പട്ടിണിയുണ്ട്, ലോകത്തിൽ നിന്ദയുണ്ട്. സ്വത്രം, ലോകത്തിൽ പരിഹസിക്കപ്പെട്ടവരായി നീ മാറും. അപ്പോൾ നീ ഓർക്കണം, ലോകം വിടക്കെന്നെണ്ണിയാലും എൻ്റെ ദൈവം എന്നെ ശ്രേഷ്ഠനെന്നെണ്ണും. ലോകം വിടക്കെന്നെണ്ണിയാലും എൻ്റെ ദൈവം എന്നെ ശ്രേഷ്ഠനെന്നെണ്ണും. അതുകൊണ്ട് ലോകത്തിൻ്റെ അംഗീകാരം എനിക്ക് വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം മതി. അങ്ങനെ മഹത്വം ആഗ്രഹിച്ച് ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയും ഭൂമിയിൽ നശിച്ചു പോയ ചരിത്രമില്ല. നശിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഒരു പിശാച് അവരെ തകർക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നെ കാക്കുവാൻ ഞാൻ എൻ്റെ ദൂതന്മാരെ കാവലാക്കിയിട്ടുണ്ടെന്ന്. സ്വത്രം. ഈ നല്ല പകലിൽ പറയട്ടെ, ജീവിതത്തിൽ പലപ്പോഴും നാം തോറ്റു പോകാറുണ്ട്. എന്നാൽ തോൽക്കാതെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് അതുപ്രകാരം ദൈവത്തിന് നീ നിന്നാലുണ്ടല്ലോ, സകല പരാജയങ്ങളെയും മാറ്റി വിജയത്തിലേക്ക് സർവശക്തനായ ദൈവം നിന്നെ കൊണ്ടുവരും. പലപ്പോഴും നീ ചിന്തിക്കാറുണ്ട്, ഞാൻ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി, പക്ഷേ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായൊരു വാർത്തയല്ല ഞാൻ കേൾക്കുന്നത്, സന്തോഷകരമായ ജീവിത അനുഭവമല്ല എൻ്റെ ജീവിതത്തിലുള്ളതും. എന്നുമെന്നും കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതെന്ന്. സ്തോത്രം. കുഞ്ഞെ, ഈ കഷ്ടവും ദുഃഖവും ദുരിതവും രോഗവും ഒക്കെ കണ്ടിട്ട് നീ ഭാരപ്പെടണ്ട. സ്വത്രം. ആ കഷ്ടത്തിന് നടുവിലും, ആ രോഗത്തിന് നടുവിലും, ആ കണ്ണുനീരിൻ്റെ നടുവിലും നിന്നെ പുലർത്തുന്ന വിധങ്ങളെ നീ ഒന്ന് ഓർത്തിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു നോക്ക്. ആ കഷ്ടത്തെ ദൈവം എടുത്തു മാറ്റും, ആ രോഗത്തെ ദൈവം എടുത്തു മാറ്റും, ആ ഒറ്റപ്പെണ്ണതയും മാറ്റി ശ്രേഷ്ഠരായ ശ്രേഷ്ഠന്മാരെ നിനക്ക് കൂട്ടവകാശികളെ കൂട്ടുവേലക്കാരായി തരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം അത് കർത്താവിലായിരിക്കണം, അത് ഭർത്താവിലാകരുത്. സ്വത്രം. ഭർത്താവിൽ വിശ്വാസം അർപ്പിച്ചാൽ ആ ഭർത്താവ് ഒരു പക്ഷേ നിന്നെ വിട്ടേച്ചു പോകുമ്പോൾ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചാൽ ഭർത്താവ് നിന്നെ വിട്ടേച്ച് പോവത്തില്ല. മനസ്സിലായിക്കോരല്ലേ പറ. നീ കർത്താവിൽ വിശ്വസിച്ചാൽ ഭർത്താവ് നിന്നെ വിട്ടേച്ച് പോകത്തില്ല. ഇത് കർത്താവിലും വിശ്വസിക്കത്തില്ല, ഭർത്താവിലും വിശ്വസിക്കത്തില്ല. പിന്നെ എന്തോ പറയും? എന്തോ പറയും? ഹല്ലേലൂയ പറയും. കർത്താവ് പറയും, നിന്നെ എനിക്ക് അറിയത്തില്ലെന്ന്. എന്താ പറയും? കർത്താവിലും വിശ്വസിക്കത്തില്ല, ഭർത്താവിലും വിശ്വസിക്കത്തില്ല. ഹല്ലേലൂയ പറയും. അപ്പം കർത്താവ് പറയും, നിന്നെ എനിക്ക് അറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വത്രം. ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വത്രം. കർത്താവ് നമ്മെ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നല്ല പകലിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, കൃപയോടെ ദൈവത്തെ ആരാധിപ്പാൻ നാം വന്നത്. കാരണം ഇന്ന് പകൽക്കാലം അനേകരും മദ്യപിച്ച് മതോന്മത്തരായി ഇങ്ങനെ ഓണമെന്ന് പറഞ്ഞ് തിമിർത്താടുകയാണ്. ഈ സന്തോഷം പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തി സർക്കാർ പോലും ആവശ്യം പോലെ ചാരായം വിറ്റഴിക്കുക. സ്വത്രം. നാളത്തെ പത്രത്തിലെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് എന്തിൽ നിന്നാണ്? സർക്കാർ വിറ്റ മദ്യത്തിൽ നിന്നാണ്. നാളെ നേരം വിളിക്കുമ്പം ഇന്നത്തെ സന്തോഷം നാളെ കണ്ണുനീരായി മാറും. പലരും വഴിയിൽ വീണ് ചാകും. പലരെയും കത്തിത്തുമ്പിനകത്തവരെ പ്രാണനെ പലരും എടുക്കും. പലരും അടിപിടി കൊണ്ട് കൈയും കാലും ഒടിഞ്ഞവരായി വാഹനമോടിച്ച്, മദ്യപിച്ച് വാഹനമോടിച്ചിട്ട് വണ്ടിയിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ചരിത്രം നാളെ രാവിലെ കേൾക്കാം. എന്നാൽ ദൈവപ്പതിലെ ഈ നല്ല പകൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് സത്യദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നിന്നെ കൊണ്ടുവന്ന
വന്നെങ്കിൽ നിനക്ക് വേണ്ടുന്നത് കരുതുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞെന്നറിയാമോ? കരയുന്ന കക്ക കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുവാൻ കഴിയുന്ന ദൈവമാ നിന്നെയും വിളിച്ചത്. പാട്ടുകാരിങ്ങനെ പാടി, കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. നമ്മൾ വാരി 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 കൂട്ടി 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 വെക്കുക. സ്വത്രം കളപ്പുര പോരാ, ഇടിച്ച് പൊളിച്ചിട്ട് വീണ്ടും പണിഞ്ഞ് അതിനകത്ത് കൂട്ടിവെക്കാൻ ശ്രമിക്കുക. പക്ഷേ കുഞ്ഞെ നല്ലതാ, തിന്നാൻ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ അത് നാട്ടുകാർ കൊണ്ടുപോകും. സ്വത്രം. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയ പാട്ടിനകത്ത് ഒരാത്മീയ ണ്ട്. സ്വത്രം. അതാണ് പാടിയത്. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. പറവകൾക്ക് നേതാവില്ല, പക്ഷെ അവ അണിയണിയായി പറക്കുന്നു. വൃക്ഷങ്ങൾക്ക് നേതാവില്ല, അവയോ തക്ക സമയത്ത് വളർന്നു വരുന്നു. സ്തോത്രം. അതിന് കാറ്റും മഴയും വെയിലും കൊടുക്കുന്ന സർവശക്തനായ ദൈവം, പറന്നു നടക്കുവാൻ പറവകൾക്ക് ബലം കൊടുക്കുന്ന ദൈവം, അവൻ്റെ കരതലത്താൽ ഉരുവാക്കിയ നിന്നെ അവൻ മറന്നു കളയത്തില്ല. കുഞ്ഞെ വിശ്വസിക്ക്. ഡോക്ടർ മറക്കും, സ്തോത്രം, നേതാക്കന്മാർ മറക്കും, കൂട്ടുവിശ്വാസി മറക്കും, കൂടപ്പുറപ്പ് മറക്കും. സ്തോത്രം. എന്തിനു പറയുന്നു? പ്രസംഗിക്കുന്ന പാസ്റ്റർ മറക്കും. പക്ഷേ അവൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നിന്നെ എൻ്റെ കർത്താവ് മറക്കത്തില്ല. വിശ്വസിച്ചൊരു ആമേൻ പറ. നമ്മളൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ കേൾക്കുന്നവരാ. എന്നാ പ്രാപിച്ചോ, പിടിച്ചോ, ഇതാണ്ട് ഏറ്റെടുത്തോ, സ്വന്തം ചാടിപ്പിടിച്ചോ. എന്തോന്ന്? ശരീരം മുഴുവനും വ്രണം ബാധിച്ച്, ഹൃദയത്തിനകത്ത് കയ്പ് നിറഞ്ഞ്, അസൂയ, കുശുമ്പ്, കോപം, ക്രോധം, നിന്ന പക്ഷേ ഈർഷ്യയൊക്കെ വെച്ചിട്ട് പിടിച്ചോളാൻ. അത് നിനക്ക് കുരിശായി മാറും. അത് നിൻ്റെ ജീവിതത്തിൽ തകർച്ചയായി മാറും. വിശുദ്ധിയില്ലാത്ത വിശ്വാസ ജീവിതം നാശത്തിൽ ചെന്നു വീഴും. വിശ്വസ്തത ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് ലാഭത്തിന് പകരം നഷ്ടത്തിൽ വന്ന് കലാശിക്കും. നിന്നെ പിടിപ്പിച്ച വ്യക്തി ഉണ്ടല്ലോ, നിന്നെ കൊണ്ട് പ്രാപിപ്പിച്ച വ്യക്തി ഉണ്ടല്ലോ, നിൻ്റെ കാശ് വാങ്ങിച്ച് ചീർത്ത് വീർത്ത് അവൻ കോടീശ്വരനായി മാറും. നീയോ പിടിക്കണമെന്ന് പറഞ്ഞ് നടക്കും, പക്ഷെ പിടിക്കത്തില്ല. പ്രാപിക്കണമെന്ന് പറഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറോടും പ്രാപിക്കത്തില്ല. കാരണം അവൻ പ്യായിൻ്റെ സ്വഭാവത്തിലാണ് വിളിച്ചു പറഞ്ഞത്. വചനമില്ലാത്ത സ്വത്രം നീ പ്രാപിക്കുന്ന ആത്മാവുണ്ടല്ലോ, അത് പിശാചിൻ്റെ ആത്മാവാ. സത്യമില്ലാത്ത ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, അത് പിശാച് നിന്നെ തെറ്റിക്കാൻ കൊണ്ടുവരുന്നതാ. അത് തിരിച്ചറിഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശു എന്ന് പറയുന്നുവോ അതിൽ വിശ്വസിച്ച് അത് പ്രകാരം നീ യേശുവിനെ ആരാധിക്കണം. മായമില്ലാത്ത വചനമെന്ന പാൽ കുടിക്കണം. സ്വത്രം. അത് നിനക്ക് ജീവനും ചൈതന്യവും തരുന്ന സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം നോക്ക്, ജീവിതത്തിൽ ഒരിക്കൽ പോലും രക്ഷപ്പെടത്തില്ലെന്നും ഇനി ജീവിതത്തിൽ മുന്നേറുകയില്ലെന്നും രോഗത്തിന് സൗഖ്യമുണ്ടാകത്തില്ലെന്നും സാമ്പത്തിക ബാധ്യതയ്ക്ക് പരിഹാരമുണ്ടാകത്തില്ലെന്നും നീ വിശ്വസിച്ച സ്ഥാനത്ത് നിന്ന് നിന്നെ തിരികെ കൊണ്ടുവന്ന് നീ ആഗ്രഹിച്ചത് ഇന്നുവരെ തന്നു നിർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കു കുഞ്ഞേ. ഇന്നൊരു പക്ഷേ നീ സാമ്പത്തികമായി തകർന്നിരിക്കുന്നുണ്ടായിരിക്കും. അതിനെ മാറ്റുവാൻ ഒരു പരിധിക്കപ്പുറം ആർക്കും കഴിയത്തില്ല. നീ രോഗത്താൽ ബാധിതനായിരിക്കും. അതിനെ മാറ്റുവാൻ ഒരു പരിധിക്കപ്പുറം ഒരു വൈദ്യന്മാർക്കും കഴിയത്തില്ല. സ്വത്രം. നിൻ്റെ ഭവനാന്തരീക്ഷത്തിനകത്തെ കലവറ ശൂന്യമായിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനെ നിറയ്ക്കുവാൻ ഒരു പരിധിക്കപ്പുറം നിനക്ക് കഴിയത്തില്ല. സ്തോത്രം. നീ ആയിരിക്കുന്ന മേഖലയിൽ ഒരു നന്മയ്ക്ക് വേണ്ടി നീ അതിരാവിലെ എഴുന്നേറ്റ് കുന്താലിയും തൂമ്പയും എടുത്ത് തോളയിൽ വെച്ചുകൊണ്ട് നീ ഉപജീവന മാർഗത്തിന് വേണ്ടി ഓടിപ്പോകുമ്പോൾ അവിടെ നീ ആഗ്രഹിക്കുന്ന ബലം നിന്നിലില്ലെങ്കിൽ നീയും തോറ്റുപോകുഞ്ഞേ. അതുകൊണ്ട് ബലം തരുന്ന, കൃപ തരുന്ന, ആരോഗ്യം തരുന്ന, സന്തോഷം
സന്തോഷം തരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക്. നീ വാഹനത്തിൽ കയറി നിൻ്റെ ജോലി സ്ഥലത്തേക്ക് നീ പോകുമ്പോൾ, നീ നടന്നു പോകുന്ന വഴിയിൽ സ്തോത്രം പതിയിരുന്ന് ശത്രു നിന്നെ തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കുമ്പോൾ ഒരാപത്തും വരുത്താതെ നിന്നെ ജോലി സ്ഥലത്തെത്തിച്ച് ജോലി ചെയ്യുന്ന ആരോഗ്യവും ബലവും തന്ന് സന്ധ്യയുടെ യാമത്തിലേക്ക് നിൻ്റെ ഭവനത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരുന്നത് സർവശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതലോ, നിൻ്റെ ബുദ്ധിയുടെ വൈഭവമോ, നിൻ്റെ കുടുംബത്തിനകത്തെ ശ്രേഷ്ഠതയോ, നീ നടന്ന വഴിയുടെ ഗുണമോ അല്ല കുഞ്ഞ്, ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിക്ക്. വളരെ പ്രതീക്ഷയോടെ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ അനേകം മക്കൾ ഇന്ന് പകൽ കണ്ടില്ല സഹോദരങ്ങളെ. ഇന്നലെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്ത് നാളത്തെ പകൽക്കാലം എല്ലാവരും ചേർന്നിരുന്ന് ഒരുമിച്ച് ആഹാരം കഴിച്ച് ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞ പല കുടുംബങ്ങളെ ഇന്നലത്തെ സന്തോഷം ഇന്ന് നിലവിളിയായി മാറി. എന്നാൽ ആ സമയത്തും നീ സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളാരും ചെയ്ത പുണ്യപ്രവൃത്തിയല്ല. നാം നമ്മെ മറന്ന് ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാ, ദൈവത്തെ സ്വീകരിച്ചത് കൊണ്ടാ, ദൈവത്തോട് കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാ, ദൈവത്തെ ആരാധിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടാ നീ ഞാനും ഇന്ന് പകൽക്കാലം ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിരിക്കുന്നത്. അല്ല നമ്മുടെ ആളുടെ കഴിവല്ല കുഞ്ഞ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്തുതിക്കൂ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഈ ലോകത്തിലുള്ളതിനെ നമ്മൾ ആശ്രയിക്കാതെ സ്തോത്രം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്ക്. സ്തോത്രം, മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്ക്. സാഹചര്യങ്ങൾ നോക്കി മാറിപ്പോകാതെ ദൈവത്തെ മുറുകെ പിടിക്ക്. ദൈവം ഒരു നാളും മാറിപ്പോകത്തില്ല. സ്തോത്രം. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോകും. സ്തോത്രം എന്ന് മാറും. ആകാശവും ഭൂമിയും മാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനോ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കോ മാറ്റമുണ്ടാകത്തില്ല. ദൈവം നിന്നോട് ഞാൻ ഇതൊക്കെ നിനക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞെങ്കിൽ, ഇനി ഈ വിഷയം നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചായിരിക്കും നീ ഓർത്ത് പ്രാർത്ഥിച്ചത്. അവളുടെ ഭാവിയെക്കുറിച്ച്, അവൻ്റെ ഭാവിയെക്കുറിച്ച്, ജീവിതത്തിൽ അവർക്കൊരു മുൻപോട്ടൊരു ശുഭയാത്ര ഇല്ലല്ലോ എന്ന് ഓർത്താണ് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതും കരഞ്ഞതുമെങ്കിൽ, നിൻ്റെ കലവറയ്ക്കകത്തെ ശൂന്യത ഒന്നും മാറുന്നില്ലല്ലോ എന്ന് ഓർത്താണ് നീ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, ദൈവം അത് മാറ്റും. ദൈവം അത് മാറ്റും. ദൈവം മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റും. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. നീ താഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞവർ നിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. നീ ഇന്ന് ആഗ്രഹിക്കുന്ന ശുഭഭാവി എൻ്റെ കർത്താവ് നിന്നെ തന്നു നിറയ്ക്കാതെ ഈ ഭൂമിയിൽ നിന്ന് നിൻ്റെ ആയുസ്സിനെ അവൻ എടുക്കത്തില്ലെന്ന് വിശ്വസിക്കുക. ലോകത്തിൽ പലരും വീണാലും നീ വീഴുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് വായിക്കാം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 26 വരെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 26 വരെ. സ്തോത്രം. വായിക്കാം. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. മോളെ കൈ അവിടെ വെച്ചോണേ. സ്തോത്രം. സത്യസുവിശേഷത്തെ നീതിയോടെ പ്രസംഗിച്ച, സത്യത്തെ സത്യമായി വരച്ച് കാണിക്കാൻ ശ്രമിച്ച പൗലോസിനെയും ശീലാസിനെയും സ്തോത്രം ആരാ പിടിച്ചുകൊണ്ട് പോയെന്നറിയാമോ? സ്തോത്രം. ദെബോരയുടെ സ്തോത്രം, ദെബോരയുടെ പിണിയാളന്മാർ. ഒന്നുകൂടി പറഞ്ഞാൽ സ്തോത്രം, അവളിൽ നിന്ന് പങ്ക് പറ്റുന്നവർ. സ്തോത്രം. കാരണം ഇഷ്ടം പോലെ വ്യാപാരം ചെയ്ത് ദെബോര കാശുണ്ടാക്കി ആർക്ക് കൊടുക്കുന്നുണ്ട്? യജമാനന്മാർക്ക് കൊടുക്കുന്നുണ്ട്. സ്തോത്രം. അവന്മാരതും കൊണ്ട് ആരെ വിട്ടു പോവത്തില്ല? ദെബോരയെ വിട്ടു പോവത്തില്ല. അവളെ കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട്. പക്ഷേ ആ പ്രയോജനം, ആ നന്മ കണ്ടെത്തുന്ന വഴി തെറ്റാണെന്ന് ആര് പ്രസംഗിച്ചു? പൗലോസും ശീലാസും പ്രസംഗിച്ചു. സ്വത്രം. സത്യം ആര് വിളിച്ചു പറഞ്ഞാലും അവൻ്റെ നേരെ ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ ട്വിറ്റർ, അതുപോലെ പിന്നെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എടുത്ത് വെച്ചിട്ട് അവനെ എങ്ങനെ തകർക്കാമോ, അവൻ്റെ വാ എങ്ങനെ അടപ്പിക്കാമോ എന്ന് പറഞ്ഞ് പിയാ എഴുന്നേറ്റ് വരും.
അത് പിശാചിൻ്റെ പരിപാടിയാണ്. കാരണം സത്യം എന്നും മറയ്ക്കപ്പെടണം. പക്ഷെ എൻ്റെ ദൈവമുണ്ടല്ലോ, നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ സത്യം സത്യമായി പുറത്തു വരും. എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ അപ്പച്ച പറ്റിപ്പോയി എന്ന് ദൈവത്തോട് നീ പറഞ്ഞാൽ മതി, ദൈവം അതിനെ മാറ്റും. ദെബോര ഇവരുടെ പ്രസംഗം കേട്ടപ്പം ദെബോരയുടെ അകത്തിരുന്ന പിയായി ചാടി എഴുന്നേറ്റ്. പക്ഷെ ദെബോരയ്ക്കറിയാം ഇവർ സത്യമാ പറഞ്ഞതെന്ന്. ഇതുപോലെ ഈ സത്യവചനമാ പറയുന്നത് പ്രസംഗിക്കുന്നതെന്നും ഈ പിയായിനും അറിയാം. പക്ഷെ അത് സത്യമെന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ അവൻ്റെ പദ്ധതി നടക്കത്തില്ല. പിശാച് വരുന്നത് നിന്നെ നന്നാക്കാനല്ല കുഞ്ഞേ, അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വരുന്നത്. പക്ഷെ അവൻ വരുന്നത് ചിരിച്ചോണ്ടായിരിക്കും. ആ ചിരി കണ്ട് നീ മയങ്ങിപ്പോവല്ലേ. അങ്ങനെ മയങ്ങിപ്പോയാൽ നിൻ്റെ ജീവിതം വലിയ കഷ്ടത്തിൽ വന്നു വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. സ്വത്രം. നല്ല കറുത്ത പാൻറ്റും നല്ല വെള്ള ഷർട്ടുമിട്ട് തുള്ളിച്ചാടി ഹല്ലേലൂയ പറഞ്ഞ് നിന്നെ ഇപ്പോൾ നിനക്ക് കാറ് കിട്ടും, നിനക്ക് വീട് കിട്ടും. സ്വത്രം. നിനക്ക് പിന്നെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം കിട്ടും, നീ വലിയ മന്ത്രിയാകും, നീ വലിയ MLA ആകും, നീ വലിയ സിനിമാ നടനാകും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് നീ പൊങ്ങാൻ നിൽക്കല്ലേ. സ്വത്രം. നീ പൊങ്ങിയാൽ നിന്റെ വീഴ്ച ഭയങ്കരമായിരിക്കും. നീ ആ സമയത്ത് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ സത്യമെന്താണ്? കുഞ്ഞേ, ദൈവത്തെ സേവിച്ചാൽ കാറ് കിട്ടും, ദൈവത്തെ സേവിച്ചാൽ വീട് കിട്ടും, ദൈവത്തെ സേവിച്ചാൽ സ്വത്രം ആഹാരം കിട്ടും. സ്വത്രം. ദൈവത്തെ സേവിച്ചാൽ അംഗീകാരം കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. പക്ഷെ ഇതിൻ്റെ കൂടെ ദൈവം തരാത്തതാണ് ഈ നേടിയതെല്ലാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിൻ്റെ ബുദ്ധി കൊണ്ടാണ് നീ ഇതൊക്കെ, നിൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുത്തതെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ കുഞ്ഞ്, നീ തോറ്റുപോകും. തിന്നാനുള്ള ഭാഗ്യം, അതാണിതിനെല്ലാം വിലപ്പെട്ടത്. അതാണിതിലെല്ലാം വിലപ്പെട്ടത്. സ്വത്രം. നമ്മളെല്ലാവരും പറയുമല്ലോ, ആ പുള്ളിക്കാരനോ, പുള്ളി ഹീറോയാ, പുള്ളി ഹീറോയാ, ഞാനോ സീറോയാ. കരയുക, പുള്ളി ഹീറോയാ, ഞാനോ സീറോയാ. എൻ്റെ കർത്താവ് തരും 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 എന്ന് പറഞ്ഞ് വർഷങ്ങൾ കൊണ്ട് പ്രസംഗിക്കുക. എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അവനിതൊന്നും ഏറ്റെടുക്കാൻ നടന്നിട്ട് വേണ്ട, അവൻ സമൂഹത്തിലും കുടുംബത്തിലും കൂടപ്പുറപ്പിടയിലും അവൻ ശ്രേഷ്ഠനാ. സ്വത്രം. എന്നാൽ ഈ നല്ല പകലും നിങ്ങളോട് പറയട്ടെ, ലോകം തരുന്ന ശ്രേഷ്ഠത ഒരു MLA കാലാവധി പോലെ ഉള്ളെന്ന് തിരിച്ചറിയണം. ലോകം തരുന്ന മാന്യത ഒരു MLA കാലാവധി പോലെ ഉള്ളെന്ന് തിരിച്ചറിയണം. എന്നാൽ ദൈവം തരുന്ന മാന്യതയുണ്ടല്ലോ, നിൻ്റെ ജീവിത അവസാനം വരെ നിൻ്റെ കൂടെ നിൽക്കും. സ്വത്രം. നല്ല മക്കൾക്കാലം ബാക്കി വായിച്ചേ. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. റോമാക്കാരായ ഈ സഹോദരന്മാർ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ന്യായം പ്രസംഗിക്കുന്നു. ശരിയല്ലേ? ശരിയല്ലേ? നിൻ്റെ കൂടപ്പുറപ്പിനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? തെറ്റല്ലേ? വിശക്കുന്നവൻ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റല്ലേ? കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റല്ലേ? സ്വത്രം. വീണ് കിടക്കുന്നവനെ താങ്ങിയെടുത്ത് അവൻ്റെ മുറിവ് വെച്ച് കെട്ടണമെന്ന് പറയുന്നത് തെറ്റല്ലേ? സ്വത്രം. ദെബോര പറഞ്ഞതാ. ഇവർ നമ്മളെ കലക്കാൻ വന്നവരാ. ഇവർ ഹല്ലേലൂയ സ്വത്രമൊക്കെ പറയുന്നവർ, ഇവർ കള്ളന്മാരാ. സ്വത്രം. അതുകൊണ്ട് യവന്മാർ ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലാഭം മുഴുവനും പോവും, ഉറപ്പാ. നമ്മുടെ സഹോദരങ്ങളെയൊക്കെ അവർ പിടിച്ച് സ്നാനപ്പെടുത്തും. അവർ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരും അവർക്ക്. പിന്നീട് ഒരിക്കലും അവരെ കൊള്ളയിടാൻ പറ്റത്തില്ല. ഇനി അവൻ്റെ മക്കളെയൊക്കെ നമ്മൾ എങ്ങനെ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി കള്ളും കഞ്ചാവും വിറ്റ്, സ്വത്രം ബ്രൗൺ ഷുഗറും തമ്പാക്കും വിറ്റ്, യവനെയൊക്കെ പള്ളുക്കൊടുത്തി വിടാതെ, ജോലിക്ക് വിടാതെ, യവൻ്റെ കയ്യിലെ ഇവൻ്റെ ജീവിതത്തിൽ കടമുണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ബാങ്കിനകത്തെ പൈസ കൊടുത്തിട്ട് അവൻ്റെ കുടുംബം വരെ എഴുതി തിരിച്ചു വാങ്ങിക്കാൻ പറ്റാതെ വരും.
സ്വത്രം അല്ലേ? സ്വത്രം പറ്റാതെ വരും. അതുകൊണ്ട് യവന്മാരെ ഇവിടുന്ന് ഓടിച്ചേ പറ്റത്തുള്ളൂ. സ്വത്രം ഒരു അല്ലേലിയ പറയെങ്കിൽ പറ, നിർത്താൻ പോവുക. സ്വത്രം. അമ്മാമ്മ രണ്ടും കൽപ്പിച്ചങ്ങ് തീരുമാനിച്ചു, യവന്മാരെ ഒതുക്കിയില്ല എൻ്റെ പരിപാടി നടക്കത്തില്ല. മാത്രമല്ല ഈ ചേട്ടന്മാർ പിന്നെ എൻ്റെ അടുക്ക വരത്തുമില്ല. അപ്പോൾ എത്ര കാരണമുണ്ട് ചിന്തിച്ചോണം. ഒന്ന്, ചേട്ടന്മാർ തന്നോട് കൂടെ നിൽക്കണം. സ്വത്രം. അമ്മാമ്മയുടെ പോക്കറ്റ് നിറച്ച് കാശ് വീഴണം. ചേട്ടന്മാരുടെ പന്തിമേശയിൽ അമ്മാമ്മയ്ക്ക് സന്തോഷിക്കണം. ഒരു അല്ലേലിയ പറഞ്ഞേ. ഇങ്ങനെ പല കാരണങ്ങൾ നീ പറഞ്ഞിട്ട് ദൈവസനിൽ നിന്ന് ദൈവജനത്തെയും വിട്ടേച്ച് ദൈവത്തെയും വിട്ടേച്ച് ഒഴിഞ്ഞു മാറിപ്പോയാലുണ്ടല്ലോ, ഇവരെല്ലാവരും നിന്നെ കൈവിടുമ്പം നീ തനിച്ചാകും. നോക്ക്, ദൈവദാസന്മാർ അവൾ പറയുന്നത് കേട്ട് അവരെ വലിച്ചഴച്ചുകൊണ്ട് പോകും. അവർക്ക് മനസ്സിലായി ഇവളുടെ അകത്ത് ദൈവ സാന്നിധ്യമല്ല ഉള്ളത്, ഇവളെ പിടിച്ചിരിക്കുന്ന മൂത്തപിയായ പത്രം. ആ പിശാച് എന്തൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും അതെല്ലാം തന്ന് സന്തോഷിപ്പിക്കും. ഈ ഓണം സന്തോഷത്തിൻ്റെ ഓണമാണെങ്കിൽ അനേകരുടെ കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും പകൽക്കാലമാണ് ഇതെന്ന് മനസ്സിലാകുന്ന ഇപ്പോഴല്ല, ഇത്തിരി കഴിയുമ്പോഴാണ്. സ്വത്രം. ഇത്തിരി കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. സ്വത്രം. ആദ്യമൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, എൻ്റെ കർത്താവിനെ നീ മുറുകെ പിടിച്ചാൽ സകല നന്മയും തിന്മയും നിനക്ക് വെളിവായി മനസ്സിലാകും. ഈ നല്ല പകൽക്കാലം പറയട്ടെ, പിടിച്ചു കൊണ്ടുപോയി, സമയം തീർന്നതുകൊണ്ട് ഞാൻ നിർത്തട്ടെ, പിടിച്ചു കൊണ്ടുപോയി അവരെ കാരാഗ്രഹത്തിൽ അടച്ചു. സ്വത്രം. അവരെ കാരാഗ്രഹത്തിൽ അടച്ചു. അടച്ചപ്പോൾ അവർ പരസ്പരം കുറ്റം പറഞ്ഞില്ല. സ്വത്രം. നമ്മളാണെങ്കിലോ എന്തെങ്കിലും ഒരു പ്രതികൂലം വന്ന ആദ്യം കുറ്റം പറയുന്ന ആരായിരിക്കും എന്നറിയാമോ? പ്രസംഗിച്ച പാസ്റ്ററെ. സ്വത്രം. അയാൾ ശരിയല്ല, അതുകൊണ്ടാ. എന്നിട്ട് പറയും സ്വത്രം, ആ കൂട്ടായ്മ ശരിയല്ല. സ്വത്രം. എന്നിട്ട് പറയും അവരോട് സഹകരിച്ച നമ്മളും കൂടെ നശിച്ചു പോകും. സ്വത്രം. എന്നിട്ട് പൗലോസ് ശീലാസിനോട് പറഞ്ഞു, പൗലോസേ, ആ പെണ്ണുമ്പുള്ള പറഞ്ഞപ്പം നമ്മളത് ചെയ്യാതിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കിടക്കേണ്ടി വരുമായിരുന്നു. ഉടനെ ശീലാസ് പറഞ്ഞ്, നിൻ്റെ അഹങ്കാരം, നിൻ്റെ നെഹളം കാരണമാണ് അത് സംഭവിച്ചു. ആ പട്ടണത്തിൽ വേണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അവിടെ പ്രസംഗിക്കല്, അവിടെ പാടല്, അവിടെ യേശുവിനെ ഉയർത്തലെന്ന് എത്ര പ്രാവശ്യം പൗലോസ് നിന്നോട് പറഞ്ഞു. നിൻ്റെ നെഹളവും അഹങ്കാരം കൊണ്ടല്ലടാ ഇപ്പോൾ ഈ കാരാഗ്രഹത്തിൽ വന്ന് കിടക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ പുറത്ത് പോയാലുണ്ടല്ലോ, ഇനി നമുക്ക് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട, അനുഗ്രഹം മാത്രം പ്രസംഗിച്ചാൽ മതി. സ്വത്രം. അനുഗ്രഹം മാത്രം പ്രസംഗിച്ചാൽ മതി. അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രസംഗവും ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. നിൻ്റെ 18 വർഷത്തെ ഞാൻ പുറകോട്ടടിക്കുകയാണെന്ന്. എന്തുവാ? സ്വത്രം. പണ്ടൊരാൾ പുറകോട്ടടിച്ചു. സൂര്യ, നീ അവിടെ നില്ല്. ചന്ദ്ര, നീ അവിടെ നില്ല്. സ്വത്രം. അതെന്തിനു വേണ്ടിയായിരുന്നു? തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. സ്വത്രം. തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. ഇയാൾ 18 വർഷം പുറകോട്ടടിച്ച് അവൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനാ. സ്വത്രം. എന്നിട്ടാ പറഞ്ഞത്, എന്താ പിടിച്ചോളാൻ. എന്തുവാ? 18 വർഷം പിടിച്ചോ, അതിങ്ങ് പുറകോട്ട് പോയി വീഴാതിരിക്കാൻ പിടിച്ചോളാൻ. സ്വത്രം. കാപട്യം നിറഞ്ഞ ലോകം, കള്ളത്തരം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റി നിൻ്റെ നന്മയെ പിടുങ്ങുവാൻ ശ്രമിക്കുന്ന ഇത്തരം കള്ളന്മാരുടെ വാക്ക് കേട്ടിട്ട് അവിടെ കിടന്ന് തുള്ളുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് ദൈവത്തെയും ദൈവജനത്തെയും വിട്ടേച്ച് പോയാ നിൻ്റെ ജീവിതം തകരുകയല്ലാതെ നീ ഒന്നും പ്രാപിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ ശ്രമിക്കുക. പൗലോസ് പറഞ്ഞില്ല, ശീലാസ് കുറ്റം പറഞ്ഞില്ല, ദൈവത്തെ ദുഷിച്ചില്ല, ദൈവനാമത്തെ പരിഹസിച്ചില്ല. തങ്ങൾ കാരാഗ്രഹത്തിൽ വന്നത് തങ്ങൾക്കെന്തോ സന്തോഷം കിട്ടിയതുപോലെയാണ് അവരാ രാത്രികാലം പാടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വത്രം. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കൈകൾ ബന്ധിച്ചു, കാലുകൾ ബന്ധിച്ചു. സ്വത്രം. അവരെ ഈ കാരാഗ്രഹത്തിൻ്റെ അകത്തളത്തിൽ കൊണ്ടിട്ട് കാവൽക്കാരെ നിർത്തി. സ്വത്രം. ഇവിടെ 2 പാവപ്പെട്ട സഹോദരന്മാർ സുവിശേഷം പ്രസംഗിച്ചെന്ന് പറഞ്ഞ് അവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിടുവാൻ ഇത്ര വലിയ രാജ്യദ്രോഹ കുറ്റമാണോ? അല്ല. പിന്നെ എന്തിനാ അവരെ പിടിച്ചോണ്ടിട്ടത്? സ്വത്രം. നിങ്ങൾ പറ, എന്തിനാ പിടിച്ചോണ്ടിട്ടത്? അവരുടെ കള്ളത്തരങ്ങൾക്കും കൊള്ളത്തരങ്ങൾക്കും അവിടെ സ്വാധീനമില്ലാതെ വരും. ചൂഷണം ചെയ്യുന്ന, സ്വത്രം, ചൂഷണം ചെയ്യുന്ന,
മനുഷ്യർ തങ്ങളിൽ നിന്ന് മാറി സത്യത്തിൻ്റെ പാതയിൽ പിന്തുടരും. അവർ പ്രസംഗിച്ചാൽ അതേ സംഭവിക്കത്തുള്ളൂ. തങ്ങളുടെ ലാഭം പോയി പോകും. അതുകൊണ്ട് സ്വത്രം, നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ സമൂഹത്തിൽ കേൾക്കുന്നൊരു കാര്യമുണ്ടല്ലോ, സ്വത്രം എന്തുവാ? നിങ്ങളുള്ള സ്വത്രാഴ്ച ദശാംശം കൊണ്ടുവന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റ്. കേട്ടിട്ടില്ലേ? സ്വത്രം. നിങ്ങൾ കൈ ഉയർത്തി അല്ലേലിയ പറഞ്ഞാൽ മാത്രം മതി. സ്വത്രം. പിന്നെ പള്ളി വന്നാൽ മാത്രം മതി. സ്വത്രം. ആമയും പറയുമ്പോൾ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. ദശാംശം കൊണ്ടുവന്നാണ് ഈ കോവിഡ് കാലത്ത്. സ്വത്രം. 5 മിനിറ്റ് കൊണ്ടുണ്ട്. സ്വത്രം. ഈ കോവിഡ് കാലത്ത് ഞാൻ കണ്ടതും കേട്ടതുമായ ഒരു കാര്യമാണ് പറയുന്നത്. ഉപദേശിമാർ വിളിച്ചു പറഞ്ഞു, സ്വത്രം, ഒരു വഞ്ചിക്കുറ്റി എടുത്ത് വഞ്ചിക്കുറ്റിക്കകത്ത് സ്വത്രാഴ്ച ദശാംശം ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിലൂടെ ഇട്ടേക്കണം. സ്വത്രം. എടാ, ഈ പരമദരിദ്രവാസികൾ, ഈ പാവപ്പെട്ട സഹോദരങ്ങൾ രോഗം ബാധിച്ച് ഭയന്ന് വിറച്ച് വീടിനകത്തിരിക്കുമ്പം ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഉപദേശിക്ക് ചത്താലും ചാവട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി കുഞ്ഞ് നീ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല? സ്വത്രം. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ എത്ര വീടുകൾ ആ ദിവസം പോയി? നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥന അന്ന് മുടങ്ങിയോ? നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെല്ലാം ഒരുമിച്ച് മാസ്ക് പോലും വെക്കാതെ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇന്നും ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരും ഇരിക്കുന്നില്ലേ? എന്തുകൊണ്ടെന്നറിയാമോ? നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണ്. വേറെ ആരും നമ്മെ സഹായിക്കാനില്ല, ദൈവം മാത്രമേ നമുക്ക് കൂട്ടുള്ളെന്ന് നാം വിശ്വസിച്ച് ദൈവത്തിന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്വോത്രകാഴ്ചയ്ക്കും ദശാംശത്തിനും അതുപോലെ നല്ല ദാനങ്ങൾക്കും വേണ്ടി അല്ല ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ ഉയർത്തണം. ദീർഘായുസ് നിനക്ക് ലഭിക്കേണ്ടതിനാ. സ്വത്രം. കുഞ്ഞേ, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും ആത്മാർത്ഥതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നീയൊന്ന് നിന്നു നോക്ക്. നീയും നിന്റെ തലമുറയും ലോകത്തിൽ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്തെല്ലാം വന്നാലും കർത്താവ് എനിക്കതിന് മറുപടി തന്ന് എന്നെ സൂക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ആ മഹത്വം നീ കാണും. കാരാഗ്രഹത്തിനകത്ത് കിടന്നവർ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ മുഖത്തോടൊന്ന് മുഖം നോക്കി കൈയടിച്ച് പാടാൻ പറ്റത്തില്ല, സ്വത്രമൊന്ന് തുള്ളിച്ചാടാൻ പറ്റത്തില്ല. വിലങ്ങിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് നിന്ന് സ്തോത്രം തുടങ്ങി, സ്തുതി തുടങ്ങി. ആ സ്തുതിയും സ്തോത്രവും അകത്തുനിന്ന് വരാൻ തുടങ്ങിയപ്പം ശരീരത്തിനകത്തൊരു ശക്തി വരാൻ തുടങ്ങി. ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം അവരുടെ ജീവിതത്തിലേക്ക് മാറ്റപ്പെടാൻ തുടങ്ങി. സ്തോത്രം. അവരുടെ ശരീരം ചൂടുപിടിച്ചു. അവർ പോലും അറിയാതെ, ഞാനിങ്ങനെയാണ് പറയുന്നത്, എനിക്ക് അത്രയും പവർ, അതിനും വലിയ പവർ ഉണ്ടായിരിക്കും. സ്തോത്രം. അവർ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ആ ഹല്ലേലൂയ വിളിക്കകത്ത് കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി. കാരാഗ പ്രമാണി ഞെട്ടി വറച്ചു. സ്വത്രം. അവരെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന ചങ്ങല അഴിഞ്ഞു വീണു. അവർ അടങ്ങിയിരുന്നില്ല. അവർ അവിടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു. ആരാധന തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. കുഞ്ഞേ, അതിനാ ദൈവം നിന്നെ വിളിച്ചത് കേട്ടോ. നീ ആരാധിച്ച് വിടുതലേറ്റെടുത്താൽ നിന്റെ അടുക്കൽ വരുന്ന രോഗി സൗഖ്യത്തോടെ പോകും. കണ്ണുനീരോടെ വരുന്നവൻ ആശ്വാസത്തോടെ പോകും. തകർന്നവനായി വരുന്നവൻ സന്തോഷത്തോടെ പോകും. അതിനാ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. നിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നീ നോക്കണ്ട. സർവശക്തൻ അത് കണ്ടിട്ടുണ്ട്. നിന്റെ ഇല്ലായ്മ സർവശക്തൻ കണ്ടിട്ടുണ്ട്. നിന്റെ കഷ്ടത കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ ശൂന്യത കണ്ടിട്ടുണ്ട്. നിന്റെ കലവറയ്ക്കകത്ത് ഇല്ലെന്നുള്ള കാര്യം എൻ്റെ ദൈവത്തിനറിയാം. നിന്റെ കുഞ്ഞിനൊരു നല്ല ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഇല്ലെന്ന് എൻ്റെ ദൈവത്തിനറിയാം. നീ അതൊന്നും പറയണ്ട. നിന്നെ ഇന്നിവിടെ ആയുസ്സോടെ വെച്ച ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുഞ്ഞുങ്ങൾ ഉയർത്തപ്പെടും. നിന്റെ കഷ്ടത മാറും. നിന്റെ പട്ടിണി നീങ്ങും. സമൂഹത്തിൽ നീ സന്തോഷത്തോടെ വിളിച്ചു പറയും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരുന്നു. അതുകൊണ്ട് രോഗവും കഷ്ടവും പ്രയാസവും കണ്ണുനീരും ദുഃഖവും ദുരിതവും ഒക്കെ ഈ ലോകത്തിലുണ്ടെങ്കിലും അതിനെ ജയിച്ച കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു വാക്കിലൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി
വിലയേറിയതായി എണ്ണുന്നില്ല. നോക്ക്, പൗലോസ് പറയുകയാണ്, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അടിയും ഇടിയും ഞാൻ കൊണ്ടു. ഒരുപാട് വട്ടം എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. അവിടെയെങ്ങും നഷ്ടപ്പെടുത്തി കളയാതെ ഇവിടുത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുക. എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല. അതുകൊണ്ട് എനിക്ക് സകലതും തിന്നാം, കുടിക്കാം, ആർത്ത് സന്തോഷിക്കാം. സ്വത്രം. ഇതാ ദൈവത്തിൻ്റെ മഹത്വം. കുറേ പണം കിട്ടി, കുറേ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട്, സ്വത്രം, എല്ലാം സമൂഹത്തിൽ ഗുഡ് ആയവൻ തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ ബാഡാണ്. മനസ്സിലായെങ്കിൽ ഒരല്ലേ പറ, നിർത്തുക, തീർന്നു. സ്വത്രം. എല്ലാം ഉണ്ടായിട്ടും തിന്നാൻ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ നിനക്ക് ആരെയാ വിശ്വാസം? ദൈവത്തെയാണോ ഡോക്ടറെയാണോ? പറ, നിങ്ങൾക്ക് ആരെയാ വിശ്വാസം? ദൈവത്തെയാണോ ഡോക്ടറെയാണോ? ഈ ഡോക്ടറെ സൃഷ്ടിച്ചത് ദൈവമാ കുഞ്ഞേ. മുറിവൈദ്യനാതും. സകല ശാസ്ത്രവും പരാജയപ്പെട്ട് ദൈവവചനത്തിന് മുമ്പിലാ. സകല മനുഷ്യനും സകല തന്തുചിന്തകന്മാരും മുട്ടുമടക്കുന്നത് ദൈവവചനത്തിന് മുമ്പിലാ. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാ. അതാ അവൻ നിൻ്റെ മേൽ പകർന്നത്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അടുത്തോടെ വായിച്ച് നിർത്ത്. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. സ്വത്രം. കർത്താവ് തന്ന ശുശ്രൂഷ, അത് കർത്താവ് നിന്നിലൂടെ തികച്ചെടുക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ അത് തികയ്ക്കുന്നതിന് മുമ്പ് നീ ആഗ്രഹിച്ച ശുഭഭാവി അവൻ നിനക്കും നിൻ്റെ തലമുറയ്ക്ക് നൽകുക.